നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്വത്തുക്കൾ അനാഥാലയത്തിന് എഴുതിവെച്ച് ബന്ധുക്കളോട് താല്പര്യമില്ല എന്ന് പറയാതെ പറഞ്ഞ് മരണത്തിലേക്ക് നടന്നു കയറിയ ആ കുടുംബത്തിന് ഒടുവിൽ ചിതയൊരുക്കിയതും എറണാകുളത്തെ മണ്ണിൽ തന്നെ. വടുതലയിലെ വാടക വീട്ടിൽ ജീവനൊടുക്കിയ തിരുവനന്തപുരം സ്വദേശികളായ 5 പേരുടെയും സംസ്കാരം ബന്ധുക്കളുടെ നിസ്സഹകരണം മൂലം എറണാകുളത്ത് നടത്തി. വടുതല ശ്മശാനത്തിലായിരുന്നു ചടങ്ങുകൾ. പോലീസ് വിവരമറിയിച്ചതിനെ തുടർന്ന് തിരുവനന്തപുരം വിളപ്പിശാലയിൽ നിന്ന് ശ്രീകുമാരിയുടെ സഹോദരനടക്കമുള്ള അടുത്ത ബന്ധുക്കൾ എത്തിയെങ്കിലും മൃതദേഹം ഏറ്റെടുക്കാൻ ഇവർ തയ്യാറായില്ല. തുടർന്ന് ഇവരുടെ കൂടി നിർദ്ദേശപ്രകാരമാണ് സംസ്കാരം കൊച്ചിയിലെ തന്നെ നടത്തിയത്. വിളപ്പിൽശാല കാരോട് കാവുവിള പരേതനായ ജി സുധേന്ദ്രൻ നായരുടെ ഭാര്യ വൈ ശ്രീകുമാരി, മകൾ അശ്വതി എസ് നായർ, അശ്വതിയുടെ മക്കളായ കാർണിവൻ, കീർത്തിവൻ, അക്ഷിത എന്നിവരുടെ ചേതനയറ്റ ശരീരങ്ങളാണ് ബന്ധുക്കൾ പോലും ഇല്ലാതെ നാട്ടിൽ എരിഞ്ഞടങ്ങിയത്. ശ്രീകുമാരിയും അശ്വതിയും തൂങ്ങി മരിച്ച നിലയിലും കുട്ടികൾ വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച നിലയിലുമായിരുന്നു. കഴിഞ്ഞ ജൂലൈയിൽ അശ്വതിയുടെ ഭർത്താവ് അശ്വത്ത് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ അനുഭവിക്കേണ്ടി വന്ന കടുത്ത ഒറ്റപ്പെടലും മാനസിക വിഷമങ്ങളുമാണ് കൂട്ടാത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഒടുവിൽ പോലീസ് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ അശ്വതിയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്കും ഈ ഭർത്തൃമാതാവിനും അയൽവാസികൾക്കുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. ഭർത്താവിന്റെ മരണശേഷം തങ്ങൾ നേരിട്ട അവഗണനയും പീഡനങ്ങളും കത്തിൽ അക്കമിട്ട് നിരത്തുന്നു. സ്വന്തം വീടിനടുത്ത് അയൽവാസികളുമായി നിലനിന്നിരുന്ന തർക്കങ്ങളെക്കുറിച്ചും കത്തിൽ സൂചനയുണ്ട്. കുറിപ്പിൽ പരാമർശിക്കുന്നവരിൽ നിന്ന് അടുത്ത ദിവസങ്ങളിൽ പോലീസ് മൊഴിയെടുക്കും. ആത്മഹത്യ പ്രേരണാ കുറ്റം നിലനിൽക്കുമോ എന്ന കാര്യവും പോലീസ് പരിശോധിച്ചു വരികയാണ്. തങ്ങളുടെ ഉടമസ്ഥയിലുള്ള വീടും സ്ഥലവും മറ്റ് സ്വത്തുവകകളും അർഹതപ്പെട്ട അനാഥാലയത്തിന് വിട്ടു നൽകണമെന്നാണ് അശ്വതി കുറിപ്പിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ പോകുന്നു എന്ന വാക്കുകളോടുകൂടിയാണ് കത്ത് അവസാനിക്കുന്നത്. ബന്ധുക്കളുമായി അകന്നുനിരുന്ന കുടുംബം ആരോടും മിണ്ടാതെയും പുറം ലോകവുമായി ബന്ധപ്പെടാതെയുമാണ് വടുതലയിലെ ആഡംബര വില്ലയിൽ കഴിഞ്ഞുകൂടിയത്. ഒടുവിൽ മരണശേഷവും ആ അകൽച്ച തുടർന്ന ബന്ധുക്കൾ മൃതദേഹം പോലും വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അശ്വതിയുടെ മകന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ് 2 മാസം മുമ്പ് ഇവർ കൊച്ചിയിലേക്ക് വന്നത്. 45,000 രൂപ വാടകയുള്ള വില്ലയിൽ സാമ്പത്തിക പ്രയാസങ്ങളൊന്നുമില്ലാതെയാണ് ഇവർ കഴിഞ്ഞിരുന്നത് എന്ന് പോലീസ് പറയുന്നു. വീട് ഒഴിയുകയാണ് എന്ന് അറിയിച്ച വാടക മുഴുവൻ വീട്ടുടമസ്ഥർ നൽകിയ ശേഷമായിരുന്നു 5 പേരും മരണത്തിലേക്ക് നടന്നത്. കുട്ടികളെ പുതുവസ്ത്രങ്ങൾ അണിയിച്ചും കണ്ണടകളും കൂളിംഗ് ഗ്ലാസുകളും വെപ്പിച്ചും ഒരുങ്ങിയ ശേഷമാണ് വിഷം നൽകിയത് എന്ന സംഭവ സ്ഥലത്തെ എത്തിയവർ നടുക്കത്തോടുകൂടി ഓർക്കുന്നു. കേസിൽ എറണാകുളം നോർത്ത് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമ്മയുടെയും സഹോദരിയുടെയും മൃതദേഹങ്ങൾ പോലും ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന് സഹോദരൻ നിലപാടെടുത്തതോടുകൂടിയാണ് വടുതല ശ്മശാനത്തിൽ സംസ്കാരം നടന്നത്. പോലീസ് കണ്ടെടുത്ത 2 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ അശ്വതിയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കൾക്കും ഭർത്തൃമാതാവിനും അയൽവാസികൾക്കുമെതിരെയും രൂക്ഷമായ പ്രതികരണങ്ങളും ആരോപണങ്ങളുമുണ്ട്. ഭർത്താവിന്റെ മരണശേഷം ഇവരിൽ നിന്നുണ്ടായ പെരുമാറ്റങ്ങൾ തങ്ങളെ വല്ലാതെ തളർത്തിയെന്ന് കത്തിൽ പറയുന്നു. കുറിപ്പിൽ പരാമർശിക്കുന്ന ഈ വില്ലന്മാർക്കും വില്ലത്തികൾക്കും എതിരെ അന്വേഷണം ഊർജിതമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇവരിൽ നിന്നും വരും ദിവസങ്ങളിൽ മൊഴിയെടുക്കും. ഞങ്ങൾ പോകുന്നു എന്ന് ചുരുങ്ങിയ വാക്കുകൾ ഒതുക്കിയെങ്കിലും ഞങ്ങളുടെ സമ്പാദ്യം അനാഥാലയത്തിൽ നൽകണമെന്ന ഞങ്ങളുടെ ആവശ്യം നടപ്പാക്കണമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അവർ യാത്രയായത്. ഒരുപക്ഷെ ജീവിതകാലത്ത് തങ്ങൾക്ക് ലഭിക്കാത്ത സ്നേഹവും പരിഗണനയും അനാഥരായവർക്ക് ലഭിക്കട്ടെ എന്ന ചിന്തയാകാം ഇത്തരമൊരു തീരുമാനത്തിന് പിന്നിലെന്ന് കരുതപ്പെടുന്നു. പോലീസ് മുൻകൈയെടുത്താണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. സഹോദരനടക്കമുള്ളവർ എത്തിയെങ്കിലും മൃതദേഹങ്ങൾ കൊച്ചിയിൽ തന്നെ സംസ്കരിക്കാനായിരുന്നു അവരുടെയും താല്പര്യം. ഇതോടെ നാടും വീടും ബന്ധുക്കളും എല്ലാം ഉണ്ടായിട്ടും ആ 5 പേരും അപരിചിതരെ പോലെ മണ്ണിൽ അന്ത്യവിശ്രമം കൊണ്ടു.